ഇന്ന് സഭയിൽ വെച്ച ധവളപത്രം വെള്ള പേപ്പറിന്റെ പോലും വിലയില്ലാത്ത വസ്തുവായി മാറും. അല്ലെങ്കിൽ അങ്ങനെയാണ് കരുതേണ്ടത്. അതിൽ എന്താണ് ഉള്ളതെന്നോ ആരാണ് അതിനെക്കുറിച്ച് പഠിച്ചതെന്നോ ഉള്ളതൊന്നും പ്രസക്തമല്ല. സംസ്ഥാനത്തിന്റെ ധവളപത്രം തയ്യാറാക്കേണ്ടത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരാണ്. അവരല്ല അത് തയ്യാറാക്കിയതെങ്കിൽ അത് സഭാരേഖ ആക്കാൻ കഴിയുന്നു. പുല്ലുവില നൽകേണ്ടതിന്റെ കാര്യമേ ഉള്ളൂ ഇതിനൊക്കെ. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന് ഒഫീഷ്യലായി രഹസ്യ സ്വഭാവമുള്ള രേഖകൾ സർക്കാർ സംവിധാനങ്ങൾക്ക് പുറത്തേക്ക് കൊടുത്തു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം. സതീശൻ ചെയ്തത് സത്യപ്രതിജ്ഞയ്ക്ക് വിരുദ്ധമായ കാര്യമാണ്. ഇനി ഇത് തയ്യാറാക്കിയത് ആരോ ആകട്ടെ, അവരുടെ ക്വാളിഫിക്കേഷൻ എന്തോ ആകട്ടെ, അവർ സർക്കാരിന്റെയോ ധനവകുപ്പിന്റെയോ ഭാഗമല്ല. അവർക്ക് സർക്കാരിന്റെ ഔദ്യോഗിക രേഖകൾ കൈമാറിയത് തന്നെ തെറ്റാണ്. അവർ തയ്യാറാക്കിയ പേപ്പർ വേണമെങ്കിൽ പാളയത്ത് പഴയ ബുക്ക് വിൽക്കുന്നിടത്ത് വയ്ക്കാം, അല്ലെങ്കിൽ KPCC ഓഫീസിൽ കൊണ്ടുപോകാം. പക്ഷേ അതെങ്ങനെയാണ് സഭാരേഖയാക്കി സഭയിൽ വയ്ക്കാൻ കഴിയുന്നത്? കേരള നിയമസഭയെ അപമാനിച്ചു. സർക്കാർ രഹസ്യരേഖകൾ പുറത്തേക്ക് കടത്തി. എന്തൊക്കെയാണ് ഈ കേരളത്തിൽ നടക്കുന്നത്?